ഹലോ ഡിയർ ചിൽഡ്രൻ, എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് മാത്സ് ടഫ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. വളരെ 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 സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. അതിന്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, മാത്സ് ടഫ് ആവാനുള്ള ഒരേ ഒരു കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സസൈസ് 1.2 റിയൽ നമ്പേഴ്സിലെ 1.2-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൽ കീവേഡ്സ് അങ്ങോട്ട് മാർക്ക് ചെയ്യണം. കാരണം എല്ലാം നമ്മളോട് മിസ്സായി പോകും. അപ്പോൾ ഇവിടെ കീവേഡ് എന്താ? ഒന്ന് √5, പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറേഷണൽ. ഒന്ന് √5 കീവേഡ് ആണ്. രണ്ടാമത്തത് ഇറേഷണൽ കീവേഡ് ആണ്. √5 ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എന്ത് √5 ഇറേഷണൽ ആണ്, √2 ഇറേഷണൽ ആണ്, √3 ഇറേഷണൽ ആണ്, √5 ഇറേഷണൽ ആണ് അല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? √5 ഈക്വൽ ടു ഇറേഷണൽ. അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? എഴുതി വെച്ച സംഗതി നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? മാത്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ഇറേഷണൽ ആണെന്ന് പറയാനുള്ള വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിനെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എടുക്കും. √5 ഈസ് ഇറേഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇറേഷണൽ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും. എന്താണ് ഇറേഷണൽ ഓപ്പോസിറ്റ്? റേഷണൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ലെറ്റ് us assume the contrary that √5 ഈസ് റേഷണൽ. ഇറേഷണലിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. എന്നിട്ട് കുറച്ച് സ്റ്റെപ്സ് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുത്തത് എന്താണോ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് കിട്ടും. ആ വിരുദ്ധമായിട്ടുള്ള കാരണം ലാസ്റ്റ് കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മൾ എടുത്തത് തെറ്റായി പോയത്. തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഇറേഷണൽ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് us assume the contrary that √5 ഈസ് ഇറേഷണൽ. അപ്പൊ √5 ഇറേഷണൽ ആണെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? √5 ഈസ് ഈക്വൽ ടു a/b അല്ലെ? ഏത് റേഷണൽ നമ്പറിനെ നമുക്ക് എന്ത് എഴുതാം? ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ എന്ന് എഴുതാം. അതല്ലേ റേഷണൽ നമ്പർ? അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്താ? a/b. അപ്പൊ √5 റേഷണൽ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? a/b എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ വെക്കാം. എന്താണ്? ഇവിടെ ബോത്ത് a and b are കോപ്രൈംസ്. ഓക്കെ, എയും ബിയും ആരാണ്? കോപ്രൈം ആണ്. അപ്പോ എന്താ സംഭവം? കോപ്രൈം എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് ഒരു നമ്പറും അതിന് ഫാക്ടർ ഇല്ല. ഓക്കെ, അതിനുള്ള ഉദാഹരണമാണ് 2, 5. 2-ലും 5-ലും കോമൺ ആയിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? വേറൊരു നമ്പറും ഇല്ല. അപ്പൊ ഇതിന് പറയുന്നതാണ് കോപ്രൈം. അതേസമയം നമുക്ക് 5ഉം 20ഉം 5ൽ 20ൽ കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട് അല്ലെ? അപ്പൊ അത് കോപ്രൈം അല്ല. പക്ഷെ ഇതാരാണ്? ഇത് കോപ്രൈം ആണ്. ഇതിന് കോമൺ ആയിട്ട് ആരുമില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ഇതിന് ലോവസ്റ്റ് ഫോമാന്നർത്ഥം. ഉദാഹരണത്തിന് 2/5 കോമൺ ആയിട്ട് ഒന്നുമില്ല, ലോവസ്റ്റ് ഫോമാണ്. അതേസമയം 8/20 കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട് അല്ലെ? അതിന്റെ ലോവസ്റ്റ് ഫോം അല്ല. ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റും, ഇതിനെ ചെറുതാക്കാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോപ്രൈം എടുത്തു. √5 ഈക്വൽ ടു a/b. ഇന്ന് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഈ ബീനെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, b √5 ഈസ് ഈക്വൽ ടു a. എന്ത് കുഴപ്പമുണ്ടോ? ബീനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടായി. ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ a ഈക്വൽ ടു b √5. ഓക്കെ, അതായത് ഈ സാധനത്തെ ഒന്ന് തിരിച്ചിട്ടു, a ഈക്വൽ ടു b √5. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ a² ഈക്വൽ ടു b √5² എന്ന് എഴുതാം. എന്താ ഞാൻ ഇവിടെ ചെയ്തേ? ഈ സാധനത്തിന് എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു രണ്ട് സൈഡിലും അല്ലെ? ആർക്കും കുഴപ്പമുണ്ടോ സ്ക്വയർ ചെയ്താലില്ല? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ ഞാൻ പിടിച്ച് സ്ക്വയർ ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? അടുത്തത് a² ഈക്വൽ ടു ഇതിനെ സ്ക്വയറിന്, ഈ സ്ക്വയർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ആർക്കുള്ള സ്ക്വയർ വരും? b² ഇൻറ്റു 5 അല്ലെ? അല്ലെങ്കിൽ 5b² എന്ന് വരും. ഓക്കെ, അപ്പോ
എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം, നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ ആവേണ്ട. എ സ്ക്വയർ ഈക്വൽ ടു 5 ബി സ്ക്വയർ, ഈ സാധനം തിരിച്ചിട്ടു. എ സ്ക്വയർ ഈക്വൽ ടു 5 ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ മനസ്സിലായോ? നോക്കിക്കോളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4 സ്ക്വയർ എടുക്കാം. 4 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 8 എന്നെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. 16 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 8 അല്ലേ? എന്ന് വെച്ചാൽ ഈ 4 സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് എന്താ പറയാം? എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ പോയിന്റ്? അപ്പൊ നമുക്കിവിടെ എന്താ എഴുതാം? എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ബൈ 5. എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, അങ്ങനെ എഴുതാം. എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ വരുന്നത് എന്താ അറിയോ? ഒരു നമ്പറിന്റെ സ്ക്വയർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഉദാഹരണത്തിന് നമ്മുടെ 4 സ്ക്വയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 4നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, പോയിന്റ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതവിടെ വെക്ക്. ഓക്കെ. അത് നമുക്ക് എന്തായിട്ട് അറിയോ? ഇക്വേഷൻ 1. ഓക്കെ. ഇവിടെ നമുക്ക് എ ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി അല്ലേ? എ ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ അവിടെ വേറൊരു നമ്പറും കൂടി കടന്നു വരും. ഏതുപോലെയെന്ന് അറിയോ? പിന്നെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എ ഈക്വൽ ടു 5c. അതായത് എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ഇവിടെ വന്നു അല്ലെ? 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ടു വേറെ നമ്പറും കൂടി വരും. മനസ്സിലായിനോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ 10 ഈസ് ഡിവിസിബിൾ ബൈ 2. 10 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞ അർത്ഥം അവിടെ വേറൊരു നമ്പറും കൂടി വരും എന്ന അർത്ഥം. ആരാണ് ആ നമ്പർ? ഇവിടെ വരുന്ന നമ്പർ 5 ആണ് അല്ലെ? വേറെ നമ്പർ കൂടി വന്നില്ലേ? അതുപോലെ എ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ അവിടെ വേറെ നമ്പർ കൂടി വരും. ആരാണത്? വേറൊരു സി വന്നു. ഓക്കെ. അപ്പൊ എ ഈക്വൽ ടു 5c എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ നമുക്ക് എന്തെടുക്കാം? സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ. സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്ത് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. എ ഈക്വൽ ടു 5c എന്നുള്ളത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ഈ സാധനം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എ കോര് എന്ത് കിട്ടും? 5c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. 5c സ്ക്വയർ ഈസ് ഈക്വൽ ടു 5b സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5ന്റെ സ്ക്വയർ 5 സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 5b സ്ക്വയർ. അതിന് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതിയാൽ 5 സ്ക്വയർ എത്രയാ? 25. സി സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. 25c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. അവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഈ 5നെയും 25നെയും ക്യാൻസൽ ചെയ്യാം അല്ലെ? രണ്ടിനും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 5 കിട്ടും അല്ലെ? 5c സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? b സ്ക്വയർ എന്ന് കിട്ടി അല്ലെ? 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം
ഈ ബി സ്ക്വയർ ഡിവിസിബിൾ ആണ് ആരെ കൊണ്ട്? 5 കൊണ്ട്. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ബി സ്ക്വയർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആരും കൂടി 5 കൊണ്ട് ഡിവിസിബിൾ ആണ്? ബി ഓൾസോ ഡിവിസിബിൾ ബൈ 5. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ, എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. അതുകൊണ്ട് ആരാണ്? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയാം, ബി സ്ക്വയർ, ഇഫ് ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു കോൺട്രാഡിക്ഷൻ വന്നു. എന്താണെന്നറിയോ? അപ്പോ നമ്മൾ ആദ്യം എടുത്തത് എന്താണ്? എ ആൻഡ് ബി ആർ കോപ്രൈംസ്. എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയെന്താ അറിയോ? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5, ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട് കിട്ടി. നമ്മൾ ആദ്യം എടുത്തത് അങ്ങനെ ഒരു വേറൊരു ഫാക്ടറേ ഇല്ല, കോമൺ ഫാക്ടറേ ഇല്ല. ഇവിടെ നമുക്ക് ഉണ്ട് കിട്ടി. കോൺട്രാഡിക്ഷൻ വന്നില്ലേ? കോൺട്രാഡിക്ഷൻ വരാൻ കാരണം എന്താ? നമ്മൾ എടുത്ത സംഗതി തെറ്റായിപ്പോയി. എന്താണ്? √5 ഈസ് റേഷണൽ എടുത്തു, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ റേഷണൽ അല്ലെങ്കിൽ ആരായിരിക്കും? ഇറേഷണൽ ആയിരിക്കും. ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ എ ആൻഡ് ബി ഹാവിംഗ് കോമൺ ഫാക്ടർ, കോമൺ ഫാക്ടർ 5. ഓക്കെ, കോമൺ ഫാക്ടർ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കോൺട്രാഡിക്ഷൻ ഈസ് എറൈസൺ ബിക്കോസ് ഓഫ് അവർ wrong assumption. Okay, this contradiction is arisen because of our wrong assumption. So √5 is an irrational number. Okay, irrational number. ഒന്നുകൂടി റീക്യാപ്പ് ചെയ്തുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മളിവിടെ എന്താ ചെയ്താലോ, √5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും. മാത്സിൽ ഒരു പ്രൂവിങ് മെത്തേഡാണ് കോൺട്രഡിക്ഷൻ. എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എടുക്കും. √5 ഈസ് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? √5 റേഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ഓക്കെ, റേഷണൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a/b ഫോമിൽ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് അതിന് അങ്ങോട്ട് ബീനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാച്ചാൽ എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും, എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ വേറെ നമ്പർ വരും, സി വരും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ അല്ല, ഇതിലേക്ക് ഈ എ ഈക്വൽ ടു 5c എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയിടും, ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുപോയിടും. അല്ലെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതി, രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. പിന്നെ എന്നിട്ടും ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ടെന്ന് കിട്ടി? 5 ഉണ്ടെന്ന് കിട്ടി. നമ്മൾ ഫസ്റ്റ് എടുത്തത് എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല എന്നെടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. ആദ്യം ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ട് എന്ന് കിട്ടി. ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? നമ്മളെടുത്ത അസംപ്ഷൻ തെറ്റാണ്. എന്ത്? √5 ഈസ് ഇറേഷണൽ തെറ്റാണ്. അപ്പൊ ഇതാരാണ്? ഇറേഷണൽ ആണ്. നിങ്ങൾ സിംപ്ലി ഇതൊന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് 3-4 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിട്ട് മാറും. മാത്രമല്ല, ഈ √5ന്റെ സ്ഥാനത്ത് വേറെ ഏത് നമ്പർ വന്നാലും ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. √2ഓ √3ഓ √7ഓ എത്ര വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷെ കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങളൊന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, റിപ്പീറ്റ് ചെയ്യുക, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മാത്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്പർ ഒന്നും നോക്കണ്ട, ഇതെന്റെ രണ്ടാമത്തെ ചാനലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സസൈസ് 1.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് എൻ ഇറേഷണൽ നമ്പർ. ഓക്കെ, ഇത് ഇറേഷണൽ നമ്പർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇതിന്റെ കീവേഡ് എന്താണ്? ഇത് 3 + 2√5 ആണ് ഇറേഷണൽ.
ഇതിനെ നമ്മൾ ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്ത പോലെ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഇത് ഇറേഷണൽ ആണ് ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള വഴികളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റേഷണൽ ആണ് എന്നെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എടുത്തതും അവസാനം വന്നതും തമ്മിൽ കോൺട്രഡിക്ഷൻ വരും. ഓക്കെ, ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? ഇത് ഇറേഷണൽ നമ്പർ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. ലെറ്റ് us assume the contrary that 3 plus 2 root 5 is a rational number. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? എന്താ കാര്യം എന്നല്ലേ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം അറിയാം. നമുക്ക് √5 ഇറേഷണൽ ആണെന്ന് അറിയാം. ഓക്കെ, ഇറേഷണൽ ആണെന്ന് അറിയാം. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 3 plus 2 root 5 ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് റേഷണൽ നമ്പർ ആണ്. നമുക്ക് ഏത് ഫോമിൽ എഴുതാം? 3 plus 2 root 5 ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? P/Q അല്ലെ? P/Q ഫോമിൽ എഴുതാം. റേഷണൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? P/Q ഫോമിൽ എഴുതാം. നിങ്ങൾ ഇവിടെ A/B എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും 2 ലെറ്റർ. ഓക്കെ, ജനറൽ ഫോം ആയിരിക്കണം എന്നേ ഉള്ളൂ, A/B. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളൊരു കണ്ടീഷൻ എടുക്കുന്നത് എന്താ അറിയോ? ഇത് രണ്ടും കോപ്രൈം ആണ്. ഓക്കെ, വേർ A and B are കോപ്രൈംസ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? രണ്ടിൽ കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല, വേറെ ഫാക്ടർ ഒന്നും ഇല്ല. ഓക്കെ, 1 അല്ലാണ്ട് വേറെ ഫാക്ടർ ഇല്ല. അല്ലെങ്കിൽ വേറൊരു ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ HCF നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇല്ല, 1 മാത്രമേ ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അത് എന്താണ് ഈ കോപ്രൈം എന്നുള്ളത് ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ 1 നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുപോയിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? ഈ √5 നമ്മൾ അവിടെ തന്നെ വെക്കണം. എന്നിട്ട് 3 നമ്മൾ റൈറ്റിലോട്ട് നീക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 √5 ഈസ് ഈക്വൽ ടു A/B. ഇവിടെ +3 അല്ലേ? റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -3. ഓക്കെ, ഇത് നമുക്ക് ആരും കൂടി ഉണ്ട് ഇവിടെ? √5ന്റെ കൂടെ 2 കൂടി ഉണ്ട് അല്ലെ? 2 കൂടി നമുക്ക് അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. 2 നമുക്ക് ഇഷ്ടമല്ലേ ഇപ്പൊ തൽക്കാലം. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √5 ഈസ് ഈക്വൽ ടു, അയ്യോടെ 2 താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? കൺഫ്യൂഷൻ ആയാ? ഇല്ല, കൺഫ്യൂഷൻ ആയിട്ടില്ല. ഒന്നിക്കിൽ പല വഴികളുണ്ട്. നിങ്ങളിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പും കൂടി എഡിറ്റ് ചെയ്യാം. അപ്പോ ഇതിന് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു 1 ഇടാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുക്കാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. A into 1 equal to A minus 3 into B equal to 3B ഡിവൈഡ് ബൈ B into 1 equal to B. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 2 രീതിയിൽ എടുത്താൽ ശരിയാവും. LCM മെത്തേഡ് എടുത്താൽ ശരിയാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ശരിയാണ്. ഇനി ഇവിടെ നമുക്ക് √5 അങ്ങനെ തന്നെ അവിടെ വെക്കാം. ഈക്വൽ ടു ഈ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, താഴോട്ട് കൊണ്ടുപോകും അല്ലേ? അപ്പൊ എന്തായിട്ട് മാറും? A minus 3B by B. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 2B. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. എന്താ അറിയോ? നമ്മുടെ √5 എന്ന് പറയുന്ന ആരാണ്? ഇറേഷണൽ നമ്പർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതേസമയം ഈ വലതുള്ളത് സാധനം എന്താണ്? ഇതൊരു റേഷണൽ നമ്പർ ആണ്. ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ എന്നുള്ള ഫോമിലുള്ള. അപ്പോ നമുക്ക് എന്ത് കോൺട്രഡിക്ഷൻ കിട്ടി അല്ലെ? ഇത് ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പൊ ആ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. എന്ത്? ഇത് റേഷണൽ ആണ് നമ്മൾ എടുത്തുപോയി, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ റേഷണൽ നമ്പർ അല്ലെങ്കിൽ ആരായി തീരും? സ്വാഭാവികമായിട്ടും ഇറേഷണൽ നമ്പർ ആയി തീരും. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ കഴിഞ്ഞിട്ടോ സത്യത്തിൽ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എഴുതേണ്ടത് സിൻസ് A and B are integers, since A and B are integers നമുക്ക് എന്ത് എഴുതാം? A minus 3B by 2B is a rational number. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയോ? But we know that
ആരാണ് ഇറേഷണൽ? നമുക്കറിയുന്ന കാര്യം റൂട്ട് 5 ഈസ് എൻ ഇറേഷണൽ നമ്പർ. അപ്പോൾ ഇത് രണ്ട് കോൺട്രഡിക്ഷൻ ആയി അല്ലേ? LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. ഈ LHS ഇറേഷണൽ ആണ്, RHS എന്താണ്? റേഷണൽ ആണ്. അത് രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? അതായത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദിസ് കോൺട്രഡിക്ഷൻ ഈസ് അറൈസൺ ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because of our wrong assumption. Therefore എന്താണ് നമ്മുടെ നമ്പർ? 3 plus 2 root 5 is an irrational number. ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് തരാം. ഇറേഷണൽ നമ്പർ അതായത് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറേഷണൽ നമ്പർ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യാൻ ഡയറക്റ്റ് വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ കോൺട്രഡിക്ഷൻ എടുക്കുന്നു. ഇത് റേഷണൽ ആണ് നമ്മൾ കരുതുന്നു. റേഷണൽ ആകുമ്പോൾ നമുക്ക് A/B എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടും. ഈ പോയിന്റ് വളരെ വലുതാണ്. എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. ഒന്നിക്കിൽ നിങ്ങൾ A and B കോപ്രൈൻസ് എഴുതണം, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ എന്ത് അറിയോ? അല്ലെങ്കിൽ എഴുതേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ HCF ഈസ് 1. ഓക്കെ, ഇത് രണ്ടിന്റെ HCF എന്താണ്? 1 ആണ്. രണ്ടിലൊന്നും എഴുതിയാൽ മതിയേ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂട്ട് 5 ഒറ്റക്ക് എടുക്കണം. കുറച്ച് സ്റ്റെപ്പ് ചെയ്തിട്ട് ഒറ്റക്ക് എടുക്കും. അപ്പൊ നമുക്ക് കിട്ടും ഒരു ഭാഗത്ത് ഇറേഷണൽ നമ്പർ കിട്ടും, ഒരു ഭാഗത്ത് റേഷണൽ നമ്പർ കിട്ടും. ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ എന്നാവുന്നത് അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത അസംഷൻ എന്താണ്? തെറ്റായി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കാം. ഓക്കെ, ഡിയർ ചിൽഡ്രൻ, നിങ്ങൾ ഈ ചാനൽ എന്തിനാ കാണുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് മാത്സ് ടഫ് ആണെങ്കിൽ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 1.2 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ഫോളോയിങ് ആർ ഇറേഷണൽസ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാമിന് നമ്മൾ ചെയ്യാണ്ടതാ ഇത് അറിയാണ്ട് പോയിട്ട് നമ്മൾ വിചാരിക്കും ഇതെന്തോ ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/√1 ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നമ്മൾ ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us assume അതായത് നമുക്ക് ഡയറക്റ്റ് 1/√2 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കും. എന്ത്? ഇത് റേഷണൽ ആണെന്ന് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ആൻസർ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും, അതിന്റെ ഓപ്പോസിറ്റ് കിട്ടും. അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. assume the contrary that 1/√2 is a rational number. നമുക്ക് √2 ഇറേഷണൽ ആണെന്ന് അറിയാം കേട്ടോ. ഇവിടെ 1/√2 ആണ് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇത് റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/√2 ഈസ് ഈക്വൽ ടു A/B എന്നത് അല്ലേ? ഏതൊരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ. ഇവിടെ നമ്മൾ P/Q എടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഏത് കൊടുക്കാം, ഏത് 2 ലെറ്റർ കൊടുക്കാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വേർ A and B are കോപ്രൈംസ്. ഈ കോപ്രൈം എന്താന്നുള്ളത് ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ നോക്കോ. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വേറെ ഫാക്ടർ ഒന്നും ഇല്ല, 1 മാത്രമേ ഉള്ളൂ. അതായത് ഇതിന്റെ ലോവസ്റ്റ് ഫോം ആണ്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. അല്ല വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓർ HCF ഓഫ് AB ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഏറ്റവും ലോവസ്റ്റ് ഫോം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താം? ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ √2 എങ്ങോട്ടെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റില്ലാന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാണോ എളുപ്പത്തിൽ പറഞ്ഞുതരാൻ
ഇവിടെ ഈ ബീനെ നമ്മൾ ഇങ്ങോട്ടേക്ക്, ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, √2നെ മുകളിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബീനെ ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ മേലോട്ട് പോകും അല്ലേ, ഇവിടെ എത്തും. എ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ താഴെ എത്തും. ഈക്വൽ ടു √2 മുകളിലെത്തും. √2/1 അല്ല √2 മതി. ഓക്കെ, ഈ ഓപ്പറേഷൻ അറിയില്ല എല്ലാവർക്കും. ഈക്വൽ ടു സൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡിവിഷൻ ഡിവൈഡ് ബൈ എന്താവും? ഈ സാധനം മുകളിലേക്ക് പോകും, മുകളിലുള്ള താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിടാം. √2 ഈസ് ഈക്വൽ ടു b/a. ഇവിടെ നമുക്കറിയാം എന്താണ്, √2 ഈസ് എ ഇറേഷണൽ നമ്പർ. b/a എന്ന് പറഞ്ഞാൽ ആരാണ്? റേഷണൽ നമ്പർ ആണ്. ഏതെങ്കിലും ഒരു റേഷണൽ നമ്പർ ഇറേഷണൽ നമ്പറിന് തുല്യമാവുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ അറിയോ? നമ്മളെടുത്ത എന്താണ് അസ്യൂം തെറ്റാണ്. എന്ത് 1/√2 ഈസ് എ റേഷണൽ നമ്പർ എന്ന് എടുത്തു, അത് തെറ്റാണ്. അപ്പൊ അത് തെറ്റായത് കൊണ്ട് ഇത് ആരായിരിക്കും? ഇറേഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? സിൻസ് a and b are integers, since a and b are integers, we can write that a/b is a rational number. a/b is a rational number, but we know that √2 is an irrational number. Okay, irrational number. ഒന്നുകൂടി പറഞ്ഞേരേ, irrational number. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? a/b is a rational number, √2 is a irrational number. ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും ഒരിക്കലും ഈക്വൽ ആവില്ല. ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because this contradiction is arisen because of our wrong assumption. Therefore ആരാണ് നമ്മുടെ നമ്പർ? 1/√2 is an irrational number. Okay, അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്നറിയോ? ഒന്നും ചെയ്തില്ല. 1/√2 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. √2 ഇറേഷണൽ നമുക്കറിയാം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കുന്നു. 1/√2 റേഷണൽ നമ്പർ ആണെന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a/b എന്ന് എഴുതാൻ പറ്റും റേഷണൽ ആകുമ്പോൾ. എന്നിട്ട് √2നെ ഇങ്ങനെ ഒറ്റക്കാക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റക്ക് എടുക്കും √2ന്. അപ്പൊ ഒരു ഭാഗത്ത് √2 ആയി, ഒരു ഭാഗത്ത് b/a. √2 എന്ന് പറഞ്ഞാൽ ഇറേഷണൽ ആണ്, b/a റേഷണൽ ആണ്. രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെ ഈക്വൽ ആണെന്ന് വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റോങ് ആയിട്ട് ഒരു അസംഷൻ എടുത്തത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഇറേഷണൽ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. ഇനി 2 ആണ്. എല്ലാം സെയിം മെത്തേഡാണ്, ഒന്നും ഇതിൽ പേടിക്കാനും ഇല്ല, പ്രശ്നമില്ല. ഇതേ മെത്തേഡ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും മുന്നേ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കമന്റ് ഇടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്താൽ ഞാൻ അതുപോലെ എടുത്തുതരാം. ഓക്കെ, സ്ലോ ആക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആക്കാൻ എന്ത് വേണം ചെയ്തുതരാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തത്. ഓക്കെ, 7√5. ഇതും അതേപോലെ തന്നെയാണ്. let us assume the contrary that 7√5 is a rational number അല്ലേ? റേഷണൽ നമ്പർ. ആദ്യം നമ്മൾ റേഷണൽ നമ്പർ ആണ് എടുത്തു. അപ്പൊ നമുക്ക് റേഷണൽ നമ്പർ ആണ് എന്ത് എഴുതാം? 7√5 ഈസ് ഈക്വൽ ടു a/b അല്ലെ? റേഷണൽ നമ്പർ ആണ്, നമുക്ക് a/b എന്ന് എഴുതാം. ഞാൻ വേറെ മെത്തേഡ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തുകൊണ്ട്. വേർ a and b are കോപ്രൈംസ്. ഇത് അതായത് ഇത് ലോവസ്റ്റ് ഫോം ആണ്. ഇതിന് വേറെ
കോമൺ നമ്പർ ഒന്നുമില്ല, കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ദൗത്യം എന്താ അറിയോ, ഈ √5 ഒറ്റക്കാക്കലാണ്. √5 ഒറ്റക്കാക്കി. ഓക്കെ, √5 അങ്ങനെ ചങ്ങാതി നമ്മൾ കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് ഈ 7 എവിടെ പോകും, താഴോട്ട് പോകും അല്ലെ, ഈക്വൽ ടു സൈൻ ആകുമ്പോൾ a/7b. ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. എന്താണ്, ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ എന്ന് കിട്ടി. അങ്ങനെ ഒരിക്കലും വരില്ല. ഇറേഷണൽ നമ്പർ ഒരിക്കലും എന്തല്ല, റേഷണൽ നമ്പറിന് ഈക്വൽ അല്ല. അപ്പോ ഇനി നമുക്ക് എന്ത് എഴുതാം, സിൻസ് a and b are integers, a and b are integers, a/7b is a rational number. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താടാ, but we know that √5 is an irrational number. irrational number a എന്നാണ് അല്ലേ, irrational number. അപ്പൊ ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്, ഇറേഷണൽ നമ്പർ റേഷണൽ നമ്പർ ഈക്വൽ ആയുള്ള കോൺട്രഡിക്ഷൻ വരാൻ കാരണം, this contradiction is arisen because of our ഈ താഴത്തെ ലൈന് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല, ഞാൻ പറയുന്നത് കേട്ടോ മതിക്കോട്ടോ. arisen because of our wrong assumption. Therefore ആരാണ് നമ്മുടെ നമ്പർ, എവിടെ, 7√5 is an irrational number. ഓക്കെ, താഴത്തെ ലൈന് ഞാൻ പറയുന്നത് കേട്ടത് കേട്ടോ, അത്ര വൃത്തിയിൽ എഴുതാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ സെയിം മെത്തേഡാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാത്രം അങ്ങോട്ട് മാറ്റുന്നു, ബാക്കിയൊക്കെ മായ്ച്ചു കളയാം. ഓക്കെ, ഇവിടെയും എല്ലാം സെയിം ആണ്, ഒരേ മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, സമയം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട അല്ലേ, കഴിഞ്ഞല്ലേ നമ്പേഴ്സ് എല്ലാം. യെസ്, അപ്പൊ ഈ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ 6 + √2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6 + √2. ആദ്യം നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, ലെറ്റ് us assume the contrary that 6 + √2 is a rational number. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 6 + √2 ഈക്വൽ ടു a/b. അതായത് നിങ്ങൾ ഈ മെത്തേഡ് പഠിച്ചാലല്ലോ ഇവിടെ എന്ത് നമ്പർ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് 6 + √2 ഈക്വൽ ടു a/b, വേർ a and b are co-primes. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത്, ഇവിടെയും ചെറിയ വ്യത്യാസം വരുള്ളൂ കേട്ടോ. ഇവിടെ √2 അങ്ങനെ തന്നെ അവിടെ വെക്കുക, ഈക്വൽ ടു a/b -6. ഈ +6നെ നമ്മൾ വലത്തോട്ട് കൊണ്ടുപോയി. അടുത്ത സ്റ്റെപ്പ് ഇംപ്ലൈസ്, ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒന്നെന്ന് എഴുതാം കേട്ടോ, പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പ് √2 ഈസ് ഈക്വൽ ടു 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്ത് വേണം ചെയ്യാം, LCM മെത്തേഡ് എടുക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ. 1 × a ഈക്വൽ ടു a മൈനസ് 6 × b ഈക്വൽ ടു 6b ഡിവൈഡ് ബൈ b × 1 ഈക്വൽ ടു b. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഭാഗത്ത് ഇറേഷണൽ നമ്പർ കിട്ടി, മറുഭാഗത്ത് റേഷണൽ നമ്പർ കിട്ടി. പക്ഷെ നമുക്കറിയാം എന്ത്, ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ. അപ്പൊ സിൻസ് a and b are integers, ആരാണ് റേഷണൽ, a - 6b by b is a rational number. But we know that നമുക്ക് എന്തറിയാം, ഇയാൾ ആരാണ്, ഇയാള് √2 is a irrational number. അപ്പോൾ ഒരു ഇറേഷണൽ നമ്പർ ഒരു റേഷണൽ നമ്പറിന് ഈക്വൽ ആണെന്ന് വന്നു. ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് നമ്മുടെ തുടക്കക്കാരൻ തന്നെ തെറ്റിപ്പോയി. എന്താണ്, 6 + √2 is a rational number നമ്മൾ എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ എടുത്തുകൊണ്ടാണ് തെറ്റിയത്. അപ്പൊ ഇത് ആരല്ല, റേഷണൽ അല്ല, irrational ആണ്. This contradiction is arisen because of a wrong assumption. Therefore 6 + √2 is an irrational number. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എക്സസൈസ് 1.2 ഫിനിഷ് ആയി. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അതേപോലെ ബെൽ ബട്ടൺ അമർത്തിക്കുക, എന്നാലേ നിങ്ങൾക്ക് എല്ലാം ഓൺ ദി സ്പോട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 2മായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ബൈ ബൈ.